A proper sprain management will reduce the risk of your injuries. I am Stenia Jose, consultant physiotherapist at Athraya Hospital. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്പ്രെയിൻ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. സ്പ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ലിഗമെൻറ്റിനുണ്ടാകുന്ന ഇഞ്ചുറി അഥവാ പരിക്കിനെയാണ് നമ്മൾ സ്പ്രെയിൻ എന്ന് പറയുന്നത്. ലിഗമെൻ്റ് എന്നുള്ളത് നമ്മുടെ ജോയിൻറ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ബാൻഡാണ്. അതിനെന്തെങ്കിലും വിള്ളലോ അതല്ലാന്നുണ്ടെങ്കിൽ വലിഞ്ഞിരിക്കുന്ന അവസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് സ്പ്രെയിൻ ഉണ്ടാകുന്നത്. കോമൺ ആയിട്ടും നമ്മൾ സ്പ്രെയിൻ കാണുന്നത് ആംഗിളിലും അതുപോലെ തന്നെ റിസ്റ്റിലാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്പ്രെയിൻ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്പോർട്സ് കേസുകളൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വീഴ്ച, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബോൾ കിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാല് പെട്ടെന്ന് മടങ്ങി പോകുക, അല്ലെങ്കിൽ കാല് ട്വിസ്റ്റ് ആകുക എന്നിങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മുടെ ലിഗമെന്റിന് ഒരു പരിക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിച്ചല്, ചിലപ്പോൾ ചില അവസരങ്ങളിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത വരെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇനി സാധാരണ നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മുടെ കാല് പെട്ടെന്ന് ട്വിസ്റ്റ് ആവുക, അതല്ലാന്നുണ്ടെങ്കിൽ കാല് മടങ്ങി പോകുക എന്നിങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് സ്പ്രെയിൻ വരാനുള്ള സാധ്യതകളുണ്ട്. സ്പ്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിനായിട്ടും പെയിൻ ആണ് ഉണ്ടാകുക. ആ ഒരു ഏരിയയിൽ നമുക്ക് നല്ല രീതിയിലുള്ള വേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്വെല്ലിംഗ് ഉണ്ടാകും. ചില അവസരങ്ങളിൽ നമുക്ക് റെഡ് അല്ലെങ്കിൽ ബ്ലൂ കളർ നമുക്ക് ആ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പറ്റിയ ഭാഗത്ത് നമുക്ക് സ്വെല്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ജോയിന്റിന് റെസ്ട്രിക്ഷൻ സംഭവിക്കും. അതായത് നമുക്ക് അനക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. സ്പ്രെയിൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കെയർ ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ടും നമ്മൾ ആ ഭാഗത്തിന് ഏത് ഭാഗത്താണോ നമുക്ക് സ്പ്രെയിൻ ഉണ്ടായെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ റെസ്റ്റ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം നമ്മൾ വീണ്ടും മൂവ്മെന്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്രെയിൻ, ആ പരിക്ക് നമുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഐസിങ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെന്നുണ്ടെങ്കിൽ ഐസ് പാക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് എങ്ങാനും റാപ്പ് ചെയ്ത് ആ ഒരു ഏരിയയിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ പെയിൻ നമുക്ക് ഇന്ന് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രേപ്പ് ബാൻഡേജ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ ഫർദർ ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പറ്റാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എലിവേറ്റ് ചെയ്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ആയിട്ട് നീര് വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്പ്രെയിൻ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ജോയിന്റിലോട്ട് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ സംഭവിക്കും. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജെന്റിലായിട്ടുള്ള ROM എക്സസൈസുകളാണ്, അതായത് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസുകളാണ്. അത് എന്തിനാന്ന് വിചാരിച്ചാൽ നമുക്ക് ആ സ്റ്റിഫ്നെസ് നമുക്കൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വൺസ് നമ്മുടെ ആ റേഞ്ച് നമുക്ക് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ നമ്മൾ സ്ട്രെങ്തനിങ്ങിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് നമ്മൾ പതുക്കെ ബാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നമ്മൾ കൊടുത്തുകൊണ്ട് ഓരോ മസിൽസിനെയും നമ്മളത് സ്ട്രെങ്ത് നമ്മൾ ട്രെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ ജോയിന്റിലോട്ട്, ഏത് ജോയിന്റ് ആയിക്കൊള്ളട്ടെ, റിസ്റ്റ് ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ആംഗിൾ ആയിക്കൊള്ളട്ടെ, നമ്മൾ അതിലോട്ട് ലോഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ബാലൻസിങ് എക്സസൈസസ്, അതുപോലെ തന്നെ എയറോബിക് എക്സസൈസസ് ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പ്രോട്ടോകോൾ എങ്കിലും ഓരോ പേഷ്യൻസിനുണ്ടാകുന്ന സിവിയറിറ്റി വ്യത്യസ്തമായിരിക്കും. അതായത് ലിഗമെന്റിനുണ്ടായ പരിക്ക് ഓരോ പേഷ്യൻസിനും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട്. വിഷ് യു എ ഗുഡ് ഹെൽത്ത്.